ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോങ് ഓഫ് സോങ്സ് സോളമൻ്റെ. പിറ്റേ ദിവസം മുതൽ ബസ്സിന് പൊയ്ക്കോളാമെന്ന് അവൾ തന്നെയാണ് അമലയോട് പറഞ്ഞത്. നേരത്തെ ക്ലാസ് തുടങ്ങുമെന്നതും സണ്ണിയെന്നും ബുദ്ധിമുട്ടിക്കേണ്ട എന്നതും അതിനുള്ളൊരു കാരണമായിരുന്നു. അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് അവൾക്കരികിലൂടെ സോളമൻ്റെ വണ്ടി പോയത്. അവളെ കണ്ടതും അവൻ വണ്ടി സ്ലോ ചെയ്തു. ഞാനും ഹോസ്പിറ്റലിലേക്കാണ്, അവളോടായി അവൻ പറഞ്ഞുവെങ്കിലും അവൾ അവനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ബസ് നോക്കി നിൽക്കായിരുന്നു. ബസ് വന്നതും അവനെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ അവൾ ബസ്സിനുള്ളിലേക്ക് കയറിയിരുന്നു. കഴിഞ്ഞ ദിവസം അവളോടൊപ്പം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയും അവിടെ ആ ബസ്സിലുണ്ടായിരുന്നു, അപർണ. തുടക്കത്തിൽ തന്നെ അപർണയോടൊരു അടുപ്പം തോന്നിയിരുന്നു. തന്നെ കണ്ടതും ഇരിക്കാൻ സ്ഥലമൊക്കെ അപർണ തന്നിരുന്നു. അപർണ ഇവിടെ ഒരു ഹോസ്റ്റലിലാണ് താമസമെന്നും പറഞ്ഞു. അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ ബസ്സിലേക്ക് കയറി വരുന്ന ആളെ കണ്ടതും മരി അമ്പരന്ന് പോയിരുന്നു. ഇത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടറല്ലേ? അപർണ മരിയോടായി ചോദിച്ചപ്പോൾ അതേന്ന് അവൾ തലയണക്കി. അവൾക്ക് തൊട്ടുപുറകിലുള്ള സീറ്റിലായി അവൻ സ്ഥാനമുറപ്പിച്ചു. അറിയാതെ അവളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുരികമുയർത്തി എന്തെന്ന ചിരിയോടെ അവൻ ചോദിച്ചു. ആ സമയം തന്നെ അവൾ അവനിൽ നിന്നും ദൃഷ്ടി മാറ്റിക്കളഞ്ഞു. അപർണ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ പുറകിലിരിക്കുന്നവനിലായിരുന്നു. ദേ, ആ കൂട്ടുകാരി കൊച്ചിനോട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കാൻ പറ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരുമിച്ചിരുന്ന് യാത്ര ചെയ്യാമായിരുന്നു. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പുറകിലിരുന്ന് ചെവിയിലായി അവൻ പറഞ്ഞു. ആ നിമിഷം തന്നെ അവൾ ഞെട്ടിപ്പോയിരുന്നു. ദേഷ്യത്തോടെ പുറകിലേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ച് ചിരിച്ചു. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിന് അരികിലേക്ക് എത്തിയാൽ മതിയെന്നായിരുന്നു മരിയയ്ക്ക്. വണ്ടി നിർത്തിയതും അപർണയുടെ കയ്യിൽ പിടിച്ചിറങ്ങി ഓടുകയായിരുന്നു എന്ന് തന്നെ പറയാം. അവളുടെ ഓട്ടം കണ്ടതും ചിരി വന്നു പോയിരുന്നു സോളമന്. ചിരിയോടെ ബസ്സിൽ നിന്നും ഇറങ്ങി അവനും ഹോസ്പിറ്റലിലേക്ക് നടന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ഒന്ന് മിന്നായം പോലെ കണ്ടതേയുള്ളൂ. അപ്പോഴേക്കും അവൾ ഓടി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരുന്നു. അപർണ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അവളുടെ മനസ്സ് അവിടെ എങ്ങും ആയിരുന്നില്ല. എന്തിനാണ് അവൻ തന്നെ ഇങ്ങനെ പിന്തുടരുന്നത് എന്നാണ് അവൾ ചിന്തിച്ചത്. ആരുമില്ലെന്നറിഞ്ഞിട്ടുള്ള മുതലെടുപ്പ് തന്നെയാവും ഉദ്ദേശം എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അമലയോട് പറയാമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു. അടുത്ത നിമിഷം തന്നെ അവൾ അതിൻ്റെ മറുവശത്തെക്കുറിച്ച് ചിന്തിച്ചു. കുഴപ്പം ആളുടെ ഭാഗത്താണെങ്കിൽ പോലും അമല എന്ന അമ്മ ഒരിക്കലും മകൻ്റെ കൂടെ അല്ലാതെ തൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. ഒരു മാസം കൂടി എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കാം. അതിനുശേഷം ഹോസ്റ്റലിലേക്ക് മാറാമെന്ന് അവൾ വിചാരിച്ചിരുന്നു. ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു വിനോദ്. ബാഗുമൊക്കെ തൂക്കി ഒരു സ്വപ്നലോകത്തെന്ന പോലെ നടന്നു വരുന്ന സോളമനെ കണ്ടതും അത്ഭുതത്തോടെ അവൻ നോക്കി. പിന്നെ അവൻ ഈ ലോകത്ത് തന്നെയാണെന്ന് ഉറപ്പാക്കാൻ കൈകൾ കൊണ്ടൊന്നു ഞൊട്ടയിട്ടു. സാർ ഇവിടെ അല്ലെന്ന് തോന്നുന്നല്ലോ. അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇന്നെന്താ ബസ്സിലൊക്കെ? വിനോദ് ചോദിച്ചപ്പോൾ ഒരു കണ്ണിറുക്കി കാണിച്ചവൻ ഒരു കുസൃതി ചിരി ചിരിച്ചു. അവൻ്റെ ആ ചിരിയുടെ അർത്ഥം അറിഞ്ഞിട്ടെന്നതുപോലെ വിനോദ് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആ കൊച്ചിന്ന് ബസ്സിനായിരുന്നു അല്ലേ? അതല്ലടാ, മിക്കവാറും ഞാൻ വണ്ടി കൊടുക്കുന്ന ലക്ഷണമാണ്. ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്ക് ബസ്സിന് പോകുന്നത് തന്നെയാണ് അളിയ ലാഭം. മോനെ സോളമ, നീ എന്ത് വിചാരിച്ചാണ് ഈ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ഇന്നലെ പറഞ്ഞ കഥകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാവം പിടിച്ച കൊച്ചാണത്. വെറുതെ അതിൻ്റെ ജീവിതം നീയായിട്ട് തുളയ്ക്കരുത്. ഒരു ജീവിത മാർഗത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേടാ. മറ്റുള്ളവരോട് കാണിക്കുന്നത് പോലെയുള്ള തമാശയൊന്നും നീ അതിനോട് കാണിക്കണ്ട. നീയും എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എടാ, ഞാനൊരു ഫ്ലേർട്ടാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനർത്ഥം എനിക്ക് മനസാക്ഷി ഇല്ലെന്നല്ല. നീ വിചാരിക്കുന്ന പോലെ കാര്യം കണ്ട് അവളെ പറ്റിച്ചു പോകാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ നിൻ്റെ ഉദ്ദേശം? കല്യാണം കഴിച്ചു ഭാര്യയാക്കാനോ? എന്തോ ഞാൻ വിചാരിച്ചാൽ അത് നടക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്കൊരു തോന്നുന്നില്ല. പക്ഷെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയാം. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കൊച്ചിനെ വളച്ച് കുപ്പിയിലാക്കിയെന്നിരിക്കട്ടെ, നിൻ്റെ പപ്പയും മമ്മിയും ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നാമത് നീ അവരുടെ ഒറ്റ മോന. നിൻ്റെ വിവാഹത്തെപ്പറ്റി അവർക്ക് ഒരുപാട് കണക്കുകൂട്ടലുകൾ കാണും. നിൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മോളാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമുള്ള ഒരു കുട്ടിയെ മരുമകളാക്കാൻ നിൻ്റെ അമ്മയോ അച്ഛനോ സമ്മതിക്കില്ല. പപ്പ എതിർക്കായിരിക്കും അതോടൊപ്പം, പക്ഷെ മമ്മ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും, എനിക്ക് ഉറപ്പാണ്. അത് നിൻ്റെ വെറും തോന്നല. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് കാണിക്കാൻ പോകുന്നത് നിൻ്റെ അമ്മയായിരിക്കും. അത് നിൻ്റെ വെറും തോന്നല. മമ്മ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവളെ മോളെ പോലെ കരുതുന്നു, ഇന്ന് അവളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നു എന്നൊക്കെ. എടാ, അത് നീ ട്രാക്ക് മാറ്റാൻ വേണ്ടി മമ്മ പറഞ്ഞതാണ്. അതായത് നീ അവളെ ഒരു പെങ്ങളെ പോലെ കാണാൻ വേണ്ടി. നീ എൻ്റെ ആത്മധൈര്യം കളയല്ലേ വിനോദേ. എന്താണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും എൻ്റെ ഇഷ്ടം അതാണെന്ന് അറിഞ്ഞാൽ പപ്പയും മമ്മയും എതിർക്കത്തൊന്നുമില്ല. അവളെ പട്ടിണിക്കിടാതെ നോക്കാനുള്ളൊരു മാർഗം എനിക്കില്ലേ? നീ ഇപ്പോൾ നിൻ്റെ പപ്പയും മമ്മിയും ഒക്കെ ധിക്കരിച്ച് അവളെ കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, നീ ജീവിതത്തിൽ ഒട്ടും ഹാപ്പി ആയിരിക്കില്ലല്ലോ. നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നിറയുകയാണെങ്കിൽ ഒരു രാത്രിയെങ്കിലും സമാധാനത്തോട് ജീവിക്കാൻ നിന്നെക്കൊണ്ട് കഴിയുമോ?
എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അവളെൻ്റെ ചങ്കിൽ കയറിപ്പോയി. ഇനി അവിടെ നിന്ന് അവളെ മാറ്റാൻ പറ്റില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത്ര എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു പെൺകുട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അവളുടെ കഥകൾ അറിഞ്ഞോ അവളോടുള്ള സഹതാപമോ ഒന്നുമല്ല എനിക്ക്. അവളെ ഒത്തിരി ഇഷ്ടമാണ്. ഒരു കാരണങ്ങളില്ലാത്ത ഒരിഷ്ടം. എനിക്കെന്തോ ഇത് സെറ്റാവുമെന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടല്ലോ. ആ തീരുമാനത്തിൽ തന്നെ നീ മുൻപോട്ട് പോയാൽ മതി. ഞാനായിട്ട് നിന്നെ മടുപ്പിക്കാൻ വരുന്നില്ല. മടുപ്പിക്കില്ലെന്ന് മാത്രമല്ല, നീ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ വേണം. ആകെപ്പാടെ ഒരേ ഒരു കൂട്ടുകാരനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ എന്ത് പറയാനാ? നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ കാര്യം അവളോട് പറഞ്ഞോ? പറയുക മാത്രമല്ല, വേറൊരു സംഭവം കൂടി നടന്നു. അതെന്താ? വിനോദ് ചോദിച്ചപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് അവൻ വിശദീകരിച്ചു പറഞ്ഞു. ഒരു നിമിഷം അവനെ തന്നെ അമ്പരന്ന് വിനോദ് നോക്കിയിരുന്നു. അടപ്പാബി, നീ ആദ്യം തന്നെ ആ കൊച്ചിനെ പിടിച്ച് കിസ്സടിച്ചോ? അത് വേണമെന്ന് വെച്ച് ചെയ്തതല്ലടാ. അപ്പോഴത്തെ ഒരു മൂഡിൽ പറ്റിപ്പോയതാ. ഏതായാലും അവൾ മിടുക്കിയാണ്. അതല്ലേ നിന്റെ കരണം പുകച്ച് തന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് അവളെ കൂടുതൽ ഇഷ്ടമായത്. ഇനി നീ അങ്ങനെ പറഞ്ഞാൽ മതി. നിന്റെ അവലക്ഷണം കെട്ട മോന്ത കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. നീ മഹാ ഉടായ്പാണെന്ന്. അതുകൊണ്ട് ആ കൊച്ചു ജീവനും കൊണ്ട് ഓടിയതാണ്. നീ അതിനെ പറ്റിക്കാനാണെന്ന് കരുതി കാണും. നീ ആദ്യം ആ കുട്ടിയോടുള്ള കാര്യം തുറന്നു പറ. നിനക്ക് സീരിയസ് ആയിട്ട് ഇഷ്ടമാണെന്ന് പറയണം. അതിൻ്റെ കൂടെ ഇനി നേരിടാൻ വേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പറയണം. എന്തു വന്നാലും കൈവിടില്ലെന്നൊരു ഉറപ്പും കൂടി കൊടുക്കണം. എന്നിട്ട് അവളുടെ റിപ്ലൈ എന്താണെന്നറി. അതിനുശേഷം മതി വലിയ മനക്കോട്ട കെട്ടലൊക്കെ. വിനോദ് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവനും തോന്നി. തൻ്റെ മനസ്സ് അവൾക്ക് മനസ്സിലായിട്ടില്ല. തന്നെ അവൾക്ക് ഭയമാണ്. അതുകൊണ്ടാണ് തന്നിൽ നിന്നും അകന്നു മാറുന്നത്. ഇത്രയും പെട്ടെന്ന് തൻ്റെ ഉള്ളിലെ ഇഷ്ടം ആത്മാർത്ഥമാണെന്ന് അവളെ അറിയിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. വൈകുന്നേരം ബസ് സ്റ്റോപ്പിലേക്ക് പോയപ്പോഴും അവൾക്കൊരു പേടിയുണ്ടായിരുന്നു. വീണ്ടും അവൻ കയറി ബസ്സിലേക്ക് വരുമോ എന്ന ഭയം. എന്നാൽ അവളുടെ ചിന്തകളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു ദീർഘനിശ്വാസം വിട്ടതിന് ശേഷം അവൾ അപർണയുടെ അരികിലേക്ക് ചാഞ്ഞിരുന്നു. അവനില്ലെങ്കിലും പോലും അറിയാതെ മിഴികൾ ആ ബസ്സിനുള്ളിൽ പരതുന്നു. തന്നെ കാണാനായി കയറുന്ന ഒരാളില്ലാതെ വന്നപ്പോൾ പെട്ടെന്നൊരു ഏകാന്തത പോലെ. അല്ലെങ്കിലും മനുഷ്യർ എത്ര ദുർബലരാണ്. എവിടുന്നെങ്കിലും സ്നേഹം ലഭിക്കുന്നത് പോലെ തോന്നുകയാണെങ്കിൽ പോലും അവർ അതിന് പിന്നാലെ പോകും. താൻ എന്തൊരു മണ്ടിയാണെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു. വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ അവളെയും കാത്ത് രണ്ടുപേരുണ്ടായിരുന്നു, ജോണും ബെറ്റിയും. അവളെ കണ്ടതും സ്നേഹത്തോടെ അവൾക്ക് അരികിലേക്ക് പോകാൻ ബെറ്റി എഴുന്നേറ്റു. ജോണിന്റെ നോട്ടം കണ്ടതും അവർ ഇരുന്നിടത്ത് തന്നെ ഇരുന്നിരുന്നു. പപ്പയും മമ്മിയും ഉച്ചയായിപ്പോൾ വന്നതാണ്. മോള് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സണ്ണിച്ചായനെ വിളിക്കാതിരുന്നത്. അമല അവളോടായി പറഞ്ഞിരുന്നു. അവൾ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. ചായ കുടിക്കുമോളെ. ഇവർ കോളേജിൽ വന്നിരുന്നു. പിന്നെ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ തിരക്കി. ഈ മാസം കൂടി കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അമല പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദന അവൾക്ക് തോന്നിയിരുന്നു. അവിടെ വരെ വന്നിട്ട് തന്നെ ഒന്ന് കാണുക പോലും ചെയ്യാതെ അവർ പോയല്ലോ എന്ന്. കുട്ടിക്കാലം മുതലേ നേരിടുന്നതാണ് ഈ വേദന. എപ്പോഴും കുട്ടികളെ ചേർക്കാൻ ചെല്ലുന്നത് മാതാപിതാക്കളാണ്. താൻ മാത്രമെന്നും ഒറ്റയ്ക്കാണ് പോയിട്ടുള്ളത്. ഹോസ്റ്റലിന് ആവശ്യമുള്ള ഫീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ജോൺ അവളോടായി പറഞ്ഞിരുന്നു. ജോണും മരിയയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓടിക്കിതച്ചുകൊണ്ട് സോളമൻ അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം തോന്നി. പരിചയമില്ലാത്ത ആരുടെയൊക്കെയോ അരികിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പരിചിതമായ ഒരാളെ കാണുമ്പോൾ തോന്നുന്നത് പോലെയുള്ളൊരാശ്വാസം. അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ എത്തിയതുപോലെ. അതിനാൽ തന്നെ അവളുടെ മുഖം തെളിഞ്ഞിരുന്നു. അത് അവനും വ്യക്തമായി മനസ്സിലായി. നീ എന്താണ് കിതച്ചു വരുന്നത്? അവൻ്റെ നിൽപ്പും ഭാവവും കണ്ടുകൊണ്ട് അമല ചോദിച്ചു. ജോഗിങ്. ഇപ്പോഴോ? അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നീ ഇന്ന് വണ്ടി കൊണ്ടുപോയില്ലേ? ഇല്ല, വൈകുന്നേരം ഒരു അർജൻറ്റ് സർജറി വന്നു. അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റിയില്ല. സോറി. പറയുന്നത് അമലയോടാണെങ്കിലും അത് അവൾ കേൾക്കാൻ വേണ്ടിയാണെന്ന് മരിയയ്ക്ക് മനസ്സിലായിരുന്നു. അതിന് നീ എന്തിനാ സോറി പറയുന്നത്? അമല ചോദിച്ചു. അപ്പോഴാണ് മുൻപിലിരിക്കുന്നവരെ അവൻ ശ്രദ്ധിച്ചത്. അവരെ അവൻ നോക്കുന്നത് കണ്ടുകൊണ്ട് അമല അവനോട് പറഞ്ഞു. മരിയയുടെ പപ്പയും മമ്മിയും. എല്ലാവരെയും നോക്കി അവനും ഒന്ന് ചിരിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. സോളമനെ അറിയില്ലേ ജോണിന്? പിന്നെ. വലിയ താല്പര്യമില്ലാതെ ജോൺ മറുപടി പറഞ്ഞു. വാതിലോളം എത്തിയവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ആ നിമിഷം തന്നെ അവളും അവനെ ഒന്ന് നോക്കിയിരുന്നു. രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ കൂട്ടിമുട്ടി. ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മാൻപേടയെപ്പോലെ തോന്നി അവളുടെ നിൽപ്പും ഭാവവും കണ്ടവന്. അവൻ വെറുതെ രണ്ട് കണ്ണുകളും അടച്ച് ഒന്നുമില്ലെന്ന് അവളെ കാണിച്ചു. ഒപ്പം നെഞ്ചിൽ കൈവച്ച് ഞാൻ കൂടെയുണ്ടെന്ന് പറയാതെ പറഞ്ഞു. എന്തുകൊണ്ടോ ആ നിമിഷം അവൻ്റെ ആ പ്രവൃത്തി അവളിൽ നിറച്ചതും വലിയൊരാശ്വാസമായിരുന്നു. മഞ്ഞുരുക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ സോളമനെയും സോളമൻ്റെ കുസൃതികളെയും ഒക്കെ? ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.
ഇന്നും കൂടി നിങ്ങൾ ഈ ചെറിയ പാർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. നാളെ മുതൽ നമുക്ക് വലിയ പാർട്ട് ഇടാം. എനിക്ക് ഭയങ്കര തലവേദനയാണ്. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുമല്ലോ എന്ന് കരുതി മാത്രം ഇട്ടതാണേ.